ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പെട്ടിന്റെ പുതിയൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിലെ മുഴുവൻ റിയാക്ഷനും വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ പഠിക്കാൻ പോവാണ്. സോ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പേ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരന്മാർക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിലെ ഒരു കോർ ഏരിയ ആണ് ശരിക്കും കെമിക്കൽ റിയാക്ഷൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഓരോ റിയാക്ഷൻസിന്റെയും അതിന്റെ ഓരോ എക്സാമ്പിൾസിലൂടെ നമുക്ക് കടന്നു പോകാം. ആദ്യത്തെ റിയാക്ഷൻ ആണ് കോമ്പിനേഷൻ റിയാക്ഷൻ. എന്താണ് മക്കളെ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഈ ഒരു റിയാക്ടൻ സൈഡിൽ രണ്ടോ അതിലധികമോ 2 or more റിയാക്ടൻസുകൾ ഉണ്ടാവും. അതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുക. പ്ലീസ് കോൺസെൻട്രേറ്റ് ദിസ് വൺ. ഓക്കെ, ഒരൊറ്റ പ്രൊഡക്റ്റ് ആയിട്ട് മാറുക. ഒറ്റ പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. അത് കമ്പൈൻ ചെയ്തിട്ട് ഒറ്റൊന്നായിട്ട് മാറുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് കോമ്പിനേഷൻ റിയാക്ഷൻ. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡീകോമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു റിയാക്ഷൻസേ കാണുന്നുള്ളൂ. നേരത്തെ നമ്മൾ 2 റിയാക്ഷൻസ് കാണുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒരു റിയാക്ഷൻസേ ഉള്ളൂ. അത് ഡീകോമ്പോസ് ചെയ്തിട്ട് എത്ര എണ്ണമായിട്ട് മാറും? 2 അല്ലെങ്കിൽ 3 എണ്ണമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് ഒന്ന് കിടക്കുന്നത് നോക്കുക. ഈ ഒന്ന് കിടക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് കോമ്പിനേഷൻ, അതേപോലെ തന്നെ ഒരു റിയാക്ടൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഡീകോമ്പോസിഷൻ. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് പഠിച്ചേക്കുക, അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യാം. റെഡി? അടുത്തതായിട്ട് വരുന്നു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗീവ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ എന്ന് പറയാം. അതായത് സിങ്ക് പോയിട്ട് എന്ത് ചെയ്യുന്നറിയോ? സിങ്ക് പോയിട്ട് ഈ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും, ചവിട്ടി പുറത്താക്കുക, അല്ലെ, സ്ഥലം മാറ്റുക. സിങ്ക് പോയിട്ട് ഒറ്റ ചവിട്ട് കോപ്പറിന് കൊടുക്കും. കോപ്പർ തെറിച്ച് ഇവിടെ പോയി വീഴുന്നു. ഓക്കെ, ആ കോപ്പറിന്റെ സ്ഥാനത്തേക്ക് ആര് കയറി കുത്തിരിക്കുന്നു? സിങ്ക് കയറി കുത്തിരിക്കുന്നു. അങ്ങനെ അത് സിങ്ക് സൾഫേറ്റ് ആയി മാറുന്നു. അപ്പൊ ഇവിടെ റിയാക്ടിവിറ്റി കൂടിയ ആളാണ് ആര്? സിങ്ക്. ആ റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് എന്ത് ചെയ്യുന്നു? കോപ്പറിനെ ചവിട്ടുന്നു. കോപ്പർ തെറിച്ചു പോകുന്നു. ആ കോപ്പറിന്റെ സ്ഥാനത്തേക്ക് സിങ്ക് കയറി കുത്തിരിക്കുന്നു. അങ്ങനെ ഒരാളെ ഡിസ്പ്ലേസ് ചെയ്തിട്ട്, ഒരാളെ ചവിട്ടി പുറത്താക്കിയിട്ട്, ഒരാളെ ആട്ടിപ്പായിച്ചിട്ട് ആ സ്ഥലത്തേക്ക് കയറി കുത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് കയറി കുത്തിരിക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണ് മക്കളെ? ക്ലിയർ ആണ്. അടുത്തതായിട്ട് വരുന്നു ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം സോഡിയം സൾഫേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സോഡിയം പോസിറ്റീവും രണ്ടാമത്തെ സൾഫേറ്റ് നെഗറ്റീവ് ആണ്. നമുക്കറിയാം ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ പോസിറ്റീവ് അയണും രണ്ടാമത്തെ നെഗറ്റീവ് അയണും ആയിരിക്കും. അതേപോലെ തന്നെ ബാരിയം ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ പോസിറ്റീവും രണ്ടാമത്തെ നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ എന്താ കളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഡിസ്പ്ലേസ്മെന്റിൽ അവരെന്ത് ചെയ്യുന്നറിയോ? ഈ അയോൺസുകളെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. അതായത് ഇവിടെയുള്ള പോസിറ്റീവ് ഇവിടെയുള്ള നെഗറ്റീവ് ആയിട്ട് ചേരും. അപ്പോൾ എന്ത് ചെയ്യും? Na എന്ന് പറഞ്ഞ സാധനം Cl-ഉമായിട്ട് ചേർന്നിട്ട് എന്തായി മാറി? NaCl ആയിട്ട് മാറി. അതേപോലെ തന്നെ ഇവിടെയുള്ള പോസിറ്റീവ് ഇവിടെയുള്ള നെഗറ്റീവ് ആയിട്ട് ചേരും. പരസ്പരം അയോൺസുകളെ എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ ബാരിയവും സൾഫേറ്റും ചേർന്ന് കഴിഞ്ഞാൽ ബാരിയം സൾഫേറ്റ്. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ പരസ്പരം അയോൺസുകളെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടിയാണ് ഏത് നമ്മളെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഇവിടെയുള്ള പോസിറ്റീവ് അപ്പുറത്തുള്ള നെഗറ്റീവ് ആയിട്ട് ചേരുന്നു, ഇവിടെയുള്ള പോസിറ്റീവ് ഇപ്പുറത്തുള്ള നെഗറ്റീവ് ആയി ചേരുന്നു. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കോമ്പൗണ്ട് ഉണ്ടാകുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ ആള് പോസിറ്റീവും രണ്ടാമത്തെ ആള് നെഗറ്റീവും അയോൺസുമായിരിക്കും. ക്ലിയർ ആണ്. അങ്ങനെ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. മക്കളെ മനസ്സിലാക്കുക, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനെ കിട്ടുന്ന പരിപാടി, അഥവാ ഓക്സിജനെ നമ്മൾ എന്ത് ചെയ്യുക? നേടുക. യെസ്, അപ്പൊ ഓക്സിജനെ നേടുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയുക? ഓക്സിഡേഷൻ. സോ ഗെയിൻ ഓഫ് ഓക്സിജൻ, അതിനാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയാം. ഇനി ഓക്സിജനെ നഷ്ടപ്പെടുക, അതിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയാം, ലോസസ്. ഓക്കെ, അപ്പൊ ഓക്സിജനെ കിട്ടുന്നത് ഓക്സിഡേഷനും ഓക്സിജനെ നഷ്ടപ്പെടുന്നത് എന്തുമാണ്? റിഡക്ഷനുമാണ്. മക്കളെ വളരെ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കോപ്പറിന്റെ കൂടെ ഓക്സിജൻ ഉണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കോപ്പറിന്റെ കൂടെ ഓക്സിജനെ കാണുന്നില്ല. കോപ്പറിന്റെ കൂടെ ഓക്സിജൻ കളിക്കൂട്ടുകാരനായിരുന്നു. ആ കോപ്പർ ഇവിടെ എത്തിയപ്പോഴേക്ക് ഓക്സിജനെ കാണുന്നില്ല. കോപ്പർ അല്ലെങ്കിൽ ഓക്സിജൻ എവിടെയോ നഷ്ടപ്പെട്ടു. ഓക്സിജൻ നഷ്ടപ്പെട്ടു. ഓക്സിജനെ നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്താ മക്കളെ വിളിക്കുക? റിഡക്ഷൻ. ഓക്കെ, എന്നാൽ ഈ ഒരു കേസ് എടുത്ത് നോക്കി നിങ്ങൾ. ഇവിടെ ഹൈഡ്രജൻ ഒറ്റയ്ക്കാണ്. പക്ഷേ ഹൈഡ്രജൻ ഇപ്പുറത്തെത്തുമ്പോഴേക്ക് ഹൈഡ്രജന്റെ കൂടെ ആര് വന്നു? ഓക്സിജൻ വന്നു. ഓക്സിജനെ നേടി. ആര് നേടി? ഹൈഡ്രജൻ ഓക്സിജനെ നേടി, അല്ലെ? ഹൈഡ്രജൻ ഒറ്റയ്ക്കായിരുന്നു. ആ ഹൈഡ്രജൻ ഇവിടെ എത്തിയപ്പോഴേക്ക് ഓക്സിജനെ നേടി. അപ്പൊ ഓക്സിജൻ ആർക്ക് നഷ്ടപ്പെട്ടു? ആര് നേടി എന്നുള്ളതാണ് നമ്മൾ ഇവിടുത്തെ വിഷയം. അപ്പൊ ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, ആ ഹൈഡ്രജൻ ഓക്സിജനെ നേടി. ഓക്സിജൻ നേടുന്നതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. അതേപോലെ തന്നെ ഇതിനോട് ആഡ് ചെയ്യേണ്ട 2 പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഒന്ന്,
ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്, ഓക്സിഡൈസിങ് ഏജന്റ്. അതേപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആണ് റെഡ്യൂസിങ് ഏജന്റ്. കൂടുതൽ ഡെഫിനിഷൻ പഠിച്ചിട്ട് തല ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ആർക്കാണോ സംഭവിക്കുന്നത് അയാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. ഓക്സിഡൈസിങ് ഏജന്റ് ആവണമെങ്കിൽ റിഡക്ഷൻ നടക്കണം, നേരെ ഓപ്പോസിറ്റ് ഓക്സിഡൈസിങ് റിഡക്ഷൻ നടക്കണം. എന്നാൽ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്സിഡേഷൻ നടക്കുന്നത് ആരാണോ അയാൾ റെഡ്യൂസിങ് ഏജന്റും ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് ഉള്ള ആളായിരിക്കും ആര് ഏജന്റ് ആയിട്ട് വരിക. അതായത് റിഡക്ഷൻ ഉള്ളത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും, ഇനി ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആള് റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. ക്ലിയർ ആണോ മക്കളെ? കൃത്യമായിട്ട് മനസ്സിലായല്ലോ? യെസ് മക്കളെ. അപ്പൊ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ എല്ലാ റിയാക്ഷനും വിത്തിൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇതേപോലെ തന്നെ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോട് കൂടി എല്ലാ സബ്ജക്റ്റുകളും നിങ്ങളെ പഠിപ്പിക്കാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കൂട്ടം ടീച്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. 95+ CBSE പവർ ബാച്ചിലുള്ളത്. അവരെടുക്കുന്ന കിഡിലോസ്കി ക്ലാസ്സുകൾ, റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകളുണ്ട്, PYQ സെഷൻസുകളുണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ടുകളുണ്ട്, അതേപോലെ തന്നെ സബ്ജക്ട് വൈസ് ക്ലബ്ബുകളുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് 10 CBSE കളർഫുൾ ആക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, നമ്മുടെ സ്വന്തം CBSE പവർ ബാച്ചിലുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് സാറേ കിട്ടുക, എന്ത് തന്നാൽ കിട്ടും എന്നൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ വളരെ ചെറിയൊരു ഫീസിനാണ് ഇത് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇതാ 8999 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ തുകയ്ക്കാണ് നിങ്ങളിലേക്ക് ഇത് എത്തുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അല്ല സാറേ ഒരു മാസം ഇത് വളരെ ബുദ്ധിമുട്ടല്ലേ? എടാ മക്കളെ, ഒരു വർഷത്തേക്കുള്ള ഫീ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്സ്പേർട്ട് ഫാക്കൽറ്റി സബ്ജക്ട് വൈസ് ക്ലബ്ബുകളുണ്ട്, അങ്ങനെ ഫീച്ചേഴ്സുകളൊക്കെ പറഞ്ഞു. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര എന്ന് പറഞ്ഞാൽ 10-ലധികം ഫീച്ചേഴ്സുകളുമായിട്ടാണ് എജുപോർട്ടിന്റെ പവർ ബാച്ച് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതൊരു ഓഫർ പ്രൈസ് ആണ്. ആ ഓഫറിനുള്ളിൽ നിങ്ങൾ നമ്മളെ ഈ ഒരു പവർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫീസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. പിന്നെ നമുക്ക് എന്താണ്, പിന്നീട് നമുക്കൊരു ഖേദം തോന്നരുത്. അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക. അതിനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ നമ്മൾ എജുപോർട്ടിന്റെ പവർ ബാച്ച് എന്താണ് ഫാമിലിയിലേക്ക് നിങ്ങൾ കടന്നു വരിക. അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾ എന്താണോ സെറ്റ് ചെയ്തത്, നിങ്ങൾ ഏത് ലക്ഷ്യത്തെയാണോ സെറ്റ് ചെയ്തത്, ആ ലക്ഷ്യത്തിലേക്ക് നടന്ന് കയറാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചോദിക്കാറുണ്ട് ക്ലാസ് 10 CBSE നോട്ട്സുകളൊക്കെ അവിടെ കിട്ടും. നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലുണ്ട്, ഇതിൽ ജോയിൻ ചെയ്യാൻ പൈസ ഒന്നും വേണ്ട. നേരെ താഴത്തെ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സ്ലൈഡുകളും നോട്ട്സുകളും ക്വസ്റ്റ്യൻസുകളും അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഇങ്ങനെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. അപ്പോൾ 2 ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് പവർ ബാച്ചിന്റെ ലിങ്കും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ലിങ്കും. അടിപൊളിയായിട്ട് എജുപോർട്ടിന്റെ കൂടെ കൂടിക്കോ, നമ്മൾ തൂക്കിയിരിക്കും. ഗുഡ് ബൈ.